ഗുരുവായൂരിലെ പൂജകൾ സംബന്ധിച്ച വിധികൾ പുറപ്പെടുവിക്കുന്നത് കേരള ഹൈക്കോടതിയിലെ ഒരേ ബെഞ്ചാണെന്ന് സുപ്രീം കോടതി. ഉദയാസ്തമയ പൂജ, ഇല്ലം നിറ പൂജ എന്നിവ സംബന്ധിച്ച വിധികൾ പുറപ്പെടുവിച്ച ബെഞ്ചുകളിൽ ഒരേ ജഡ്ജി ഉണ്ടായിരുന്ന കാര്യം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലം നിറ പൂജ കൊടിമരച്ചുവട്ടിൽ നടത്താനുള്ള തീരുമാനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. കോഴിക്കോട് തൂണേരി ബ്ലോക്ക് ഓഫീസ് ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പാർട്ട് ടൈം സ്വീപ്പർ കക്കട്ട് സ്വദേശി രാജനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ ഓഫീസിലെത്തിയതായിരുന്നു. ഉച്ചയ്ക്കാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. അനധികൃത സ്വത്തു സമ്പാദന പരാതിയിൽ തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ അന്വേഷണ റിപ്പോർട്ട് പ്രത്യേക വിജിലൻസ് കോടതി തള്ളിയ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ADGP MR അജിത് കുമാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. വിജിലൻസ് റിപ്പോർട്ട് പരിശോധിക്കാതെയാണ് വിജിലൻസ് കോടതി ക്ലീൻ ചിറ്റ് തള്ളിയതെന്നും റിപ്പോർട്ടിലെ വസ്തുതകൾ പരിശോധിക്കാതെയാണ് കോടതി ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നും അജിത് കുമാർ നൽകിയ ഹർജിയിൽ പറയുന്നു. ഏലത്തൂർ സ്വദേശിയായ യുവാവിനെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ്. കാണാതായ ഏലത്തൂർ സ്വദേശി വിജിൽ മരിച്ചതായി സുഹൃത്തുക്കൾ മൊഴി നൽകി. കേസുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളായ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. അമിതമായ ലഹരി ഉപയോഗിച്ച യുവാവ് മരിച്ചുവെന്നും പിന്നാലെ തങ്ങൾ അയാളുടെ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തിയെന്നും സുഹൃത്തുക്കൾ പോലീസിനോട് വെളിപ്പെടുത്തി. 2019 യുവാവിനെ കാണാതായത്. ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ പുണ്യാഹം നടത്താൻ ഒരുങ്ങുകയാണ് ദേവസ്വം. റീൽസ് ചിത്രീകരിക്കാനായി അഹിന്ദുവായ യുവതി ക്ഷേത്രകുളത്തിൽ കാൽ കഴുകിയ സംഭവത്തെ തുടർന്നാണ് പുണ്യാഹം നടത്തുന്നതെന്നും ക്ഷേത്രത്തിൽ 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കുമെന്നും ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ ജാഫറാണ് റീൽസ് ചിത്രീകരണത്തിനായി ഗുരുവായൂർ ക്ഷേത്രകുളത്തിലിറങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികൃത സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടേണ്ടെന്ന് ദില്ലി ഹൈക്കോടതി. സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കണം എന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കിയിരിക്കുകയാണ് കോടതി. ഫെബ്രുവരിയിൽ മോദിയുടെ വികൃതവുമായി ബന്ധപ്പെട്ട വാദങ്ങൾ പൂർത്തിയായിരുന്നു. പിന്നീട് കേസ് വിധി പറയാൻ മാറ്റുകയും ചെയ്തിരുന്നു. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി 10-12 ക്ലാസ് പരീക്ഷകൾ പാസ്സായതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്ന CIC ഉത്തരവും ദില്ലി ഹൈക്കോടതി റദ്ദാക്കി. മോദിയുടെ കേസിൽ വിധി പറഞ്ഞ അതേ ജഡ്ജിയാണ് ഈ ഉത്തരവും റദ്ദാക്കിയത്. സ്മൃതി ഇറാനി 10-12 ക്ലാസ് പരീക്ഷകൾ പാസ്സായ വിവരങ്ങൾ പുറത്തുവിടണമെന്നായിരുന്നു CIC ഉത്തരവ്. ഇതിനെ മറികടന്നാണ് ഹൈക്കോടതി വിധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെയും വിദ്യാഭ്യാസ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ പൊതുതാൽപര്യമില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. വ്യക്തിഗത വിവരങ്ങളാണെന്നും ആ വ്യക്തി പൊതുപദവി വഹിക്കുന്നയാളാണെങ്കിൽ പോലും അതങ്ങനെ തന്നെയാണെന്നും വിവരാവകാശ നിയമപ്രകാരം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ലെന്നും ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സച്ചിൻ ദത്ത പറഞ്ഞു. സർക്കാർ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനാണ് വിവരാവകാശ നിയമം നടപ്പിലാക്കിയതെന്നും അല്ലാതെ കോലാഹലങ്ങൾക്ക് വക നൽകാനല്ലെന്നും കോടതി വ്യക്തമാക്കി. 3 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടതോടെ കോൺഗ്രസ് MPയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ ധാർമ്മിക നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ചോദിച്ചു. 2013 RJD നേതാവ് ലാലു പ്രസാദ് യാദവിന് പ്രയോജനകരമാകുന്ന വിധത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ഓർഡിനൻസ് വലിച്ചുകീറിയ രാഹുൽ പുതിയ ബില്ലിനെ എന്തിനാണ് എതിർക്കുന്നതെന്നും ഷാ ചോദിച്ചു. ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ജയിലിൽ നിന്ന് ഭരണം നടത്താൻ അനുവാദം നൽകുന്നത് ന്യായമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രശസ്ത കന്നഡ നടൻ ദിനേശ് മംഗളൂരു 63 അന്തരിച്ചു. ദീർഘനാളത്തെ അസുഖത്തെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ കുന്താപുരത്തെ ഒരു ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായി ഇന്ത്യൻ സൈനികർ ഭീകരരെ വധിച്ചത് അവരുടെ മതമേതെന്ന് നോക്കിയല്ല, മറിച്ച് അവരുടെ ചെയ്തികൾ കണക്കിലെടുത്താണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ മതമേതെന്ന് ചോദിച്ചതിനു ശേഷമാണ് ഭീകരർ നിരപരാധികളായ 26 പേരെ കൊന്നൊടുക്കിയതെന്ന് സൂചിപ്പിച്ചായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന എന്ന് PTI റിപ്പോർട്ട് ചെയ്തു. തെക്കൻ ഗാസയിൽ ഇസ്രയേൽ തിങ്കളാഴ്ച നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 4 മാധ്യമപ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ടെന്ന് റിപ്പോർട്ട്. അസോസിയേറ്റഡ് പ്രസിനു വേണ്ടി ജോലി ചെയ്തിരുന്ന ഒരു സ്വതന്ത്ര മാധ്യമപ്രവർത്തകയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഒരു ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 8 പേരാണ് കൊല്ലപ്പെട്ടത്. തെക്കൻ ഗാസയിലെ ആശുപത്രിയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അതൃപ്തി അറിയിച്ചു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലെന്നും തനിക്ക് അതിൽ സന്തോഷമില്ലെന്നും അത് കാണാൻ താൽപ്പര്യമില്ലെന്നും പറഞ്ഞ ട്രംപ് നമ്മൾ ആ പേടി സ്വപ്നം അവസാനിപ്പിക്കണമെന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.
അദാനി ഗ്രൂപ്പിന് ഇന്ത്യൻ കമ്പനികൾ വായ്പ അനുവദിക്കുന്നത് വർദ്ധിച്ചതായി റിപ്പോർട്ട്. ഏതാണ്ട് 2.6 ലക്ഷം കോടി രൂപയാണ് ഗ്രൂപ്പിന്റെ മൊത്തം കടം. ഇതിൽ പകുതിയും ഇന്ത്യയിലെ പ്രാദേശിക ബാങ്കുകളുടെയും സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും വകയാണെന്നും റിപ്പോർട്ട്. ഒരു വർഷത്തിലെ വർധനവ് 40%. RBI പലിശ നിരക്ക് കുറച്ചതും ഇന്ത്യയിൽ നിന്ന് വായ്പ സ്വീകരിക്കുന്നത് എളുപ്പമായതും മെച്ചപ്പെട്ട ക്രെഡിറ്റ് റേറ്റിംഗുമാണ് വർധനയ്ക്ക് കാരണമെന്നും റിപ്പോർട്ട് തുടരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ മൊത്തം കടം 20% വർദ്ധിച്ചത്. ഈ കാലയളവിൽ അദാനി ഗ്രൂപ്പിന് പൊതുമേഖലാ ബാങ്കുകൾ നൽകുന്ന വായ്പയും വർദ്ധിച്ചു. ആകെ വായ്പയുടെ 18% വായ്പയും നൽകുന്നത് പൊതുമേഖലാ ബാങ്കുകളാണ്. ബാങ്ക് ഇതര സാമ്പത്തിക സ്ഥാപനങ്ങളും മറ്റു സാമ്പത്തിക സ്ഥാപനങ്ങളും നൽകിയ വായ്പ ആകെ വായ്പയുടെ 25%. കഴിഞ്ഞ വർഷം ഇത് 29%. വിദേശ കമ്പനികളിൽ നിന്ന് ഡോളറിൽ വാങ്ങിയിരുന്ന വായ്പ 31% 23% കുറയുകയും ചെയ്തു. സമീപകാലത്ത് കോൺഗ്രസിൽ മറ്റാർക്കും ഉണ്ടാകാത്ത പതനമാണോ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേത്? ഉയർച്ചയുടെ വേഗം കൂടിയപ്പോൾ പതനത്തിന്റെ ആഴവും കൂടി. സാങ്കേതികത്വം പറഞ്ഞ് MLA ആയി തുടരുന്നുണ്ടെങ്കിലും സസ്പെൻഷൻ നേരിട്ടതോടെ പാർട്ടിയുടെ സംരക്ഷണമില്ലാത്ത MLA ആയി രാഹുൽ മാറും. KSU പ്രവർത്തനം തുടങ്ങി 17ാം വർഷമാണു രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായത്. സംസ്ഥാനത്തെ പാർട്ടിയാകെ പ്രചാരണ രംഗത്തിറങ്ങി MLA ആക്കി. 2006-ൽ KSUവിൽ അംഗമായ രാഹുൽ ആദ്യം I ഗ്രൂപ്പിലായിരുന്നു. പത്തനംതിട്ടയിലെ സംഘടനാ തർക്കങ്ങളുടെ പേരിൽ A ഗ്രൂപ്പിലെത്തി. 2011-ൽ ഒറ്റ ദിവസത്തേക്ക് KSU പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായെങ്കിലും ആ പുനഃസംഘടന അന്നുതന്നെ മരവിപ്പിച്ചതിനാൽ ചുമതലയേൽക്കാനായില്ല. ഈ ഘട്ടത്തിലാണ് ഷാഫി പറമ്പിലുമായി അടുക്കുന്നത്. 2020-ൽ ഷാഫിയുടെ കമ്മിറ്റിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, പിന്നാലെ സംസ്ഥാന പ്രസിഡന്റ്, KPCC അംഗം. ചാനൽ ചർച്ചകളിലൂടെയാണോ രാഹുൽ സുപരിചിതനായത്? ഇത്തരം ചർച്ചകളിൽ പതിവുള്ള ബഹളത്തിന് നിൽക്കാതെ മികവോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രാഹുലിന്റെ വാക്ചാതുരിക്ക് ആരാധകരെ ലഭിച്ചു. മുതിർന്ന നേതാക്കൾക്ക് കഴിയാത്തിടത്ത് പറഞ്ഞു ജയിക്കാൻ രാഹുലിന് കഴിഞ്ഞതോടെ അവർക്കും അംഗീകരിക്കേണ്ടി വന്നു. BJPയിലെത്തിയതിന്റെ പേരിൽ പത്മജ വേണുഗോപാലിനെ രാഷ്ട്രീയ പിതൃത്വം പരാമർശിച്ച് പരിഹസിച്ചതും വിവാദമായി. യൂത്ത് കോൺഗ്രസ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണമെന്ന് ഉപദേശിച്ച PJ കൂരിനെതിരെയുള്ള പരാമർശവും വിവാദമായി. പ്രതിപക്ഷ നേതാവിന്റെ വിലക്കു മറികടന്ന് PV അൻവറിന്റെ വീട്ടിലേക്ക് അർദ്ധരാത്രിയിൽ അനുരഞ്ജനവുമായി എത്തിയതും ചർച്ചകളിൽ വന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെത്തിയപ്പോൾ വ്യാജ വോട്ട് ചേർത്തു ജയിച്ചെന്ന പ്രചാരണവും അന്വേഷണവുമുണ്ടായി. കേസ് ആവിയായതോടെ വീണ്ടും കരുത്തനായി. ഷാഫി പറമ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയായപ്പോൾ പകരക്കാരനെന്ന നിലയ്ക്ക് ഷാഫി തന്നെ രാഹുലിനെ ഉയർത്തിക്കാട്ടി. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ നിലവിൽ ഒരിടത്തും ഔദ്യോഗിക പരാതിയില്ല. ഇരകളാക്കപ്പെട്ടവർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുമില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന നിലപാട് രാഹുൽ ആവർത്തിക്കുന്നത്. എന്നാൽ രാഹുലിൻ്റേതെന്ന നിലയിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളിൽ സ്ത്രീകളെ അദ്ദേഹം ലൈംഗികമായി ചൂഷണം ചെയ്തതിൻ്റെയും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതിൻ്റെയും വ്യക്തമായ സൂചനകളുണ്ട്. ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് പരാതിയില്ലെങ്കിലും കടുത്ത നടപടിയെടുക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചത്. സമൂഹമാധ്യമങ്ങളിൽ രാഹുലിനെ കേന്ദ്രീകരിച്ച് ഏതാനും നാളുകളായി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ സജീവമായിരുന്നെങ്കിലും ദുരനുഭവമുണ്ടായെന്ന യുവനടി റിനി ആൻ ജോർജ് കഴിഞ്ഞയാഴ്ച നടത്തിയ വെളിപ്പെടുത്തലാണ് അദ്ദേഹത്തിനുമേൽ കുരുക്കുമുറുക്കിയത്. രാഹുലിന്റെ പേര് പറയാതെയായിരുന്നു റിനിയുടെ ആരോപണം. പിന്നാലെ മറ്റൊരു യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. രാഹുൽ തനിക്ക് മോശം സന്ദേശങ്ങൾ അയച്ചെന്ന ആരോപണവുമായി ട്രാൻസ്ജെൻഡർ അവന്തിക മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന രണ്ടാമത്തെ ശബ്ദ സന്ദേശം ശനിയാഴ്ച ഉച്ചയ്ക്ക് വന്നതിനു പിന്നാലെ രാഹുലിനെതിരെ കർശന നടപടി വേണമെന്നും രാജിവെക്കണമെന്നും കോൺഗ്രസിനുള്ളിൽ തന്നെ മുറവിളി ഉയർന്നു. രാഹുലിനെതിരായ ആരോപണങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് മേധാവിയോട് ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിർബന്ധിത ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയ രാഹുൽ ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിച്ചെന്ന് കാട്ടി എറണാകുളം സ്വദേശി ഷിൻഡോ സെബാസ്റ്റ്യൻ നൽകിയ പരാതിയാണ് കമ്മീഷൻ DGPക്ക് കൈമാറിയത്. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ ഇടപെട്ടിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ കമ്മീഷനിലെ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും.
പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്ന വിവരം ലഭിച്ചതിന് പിന്നാലെ മുണ്ടപ്പള്ളിയിലെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പ്രതികരണമുണ്ടായില്ല. മാധ്യമങ്ങളെ കാണുമെന്ന് രണ്ടു പറഞ്ഞെങ്കിലും പിന്നീട് അത് ഒഴിവാക്കി. പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണെന്ന് കരുതുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് കാണുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നാലെ അത് 3:30 മാറ്റി. എന്നാൽ നാളിന് വീട്ടിന് പുറത്തേക്ക് വന്ന രാഹുൽ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത ശേഷം അകത്തേക്ക് പോയി. കഴിഞ്ഞ ദിവസങ്ങളെക്കാളും ഒട്ടേറെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ കാണാനെത്തി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ KPCC പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതലായി ഒന്നും പറയാനില്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ശക്തമായ തീരുമാനമാണ് പാർട്ടി എടുത്തത്. അത് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും നേതാക്കനും ബാധകമാണ്. ഈ വിഷയത്തിലെ നിലപാട് കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചതാണ്. അതിൽ കൂടുതലായി ഒന്നും പറയേണ്ടതില്ല, ഷാഫി പറഞ്ഞു. ബാധ ഒഴിഞ്ഞില്ല എന്നാരോപിച്ച് പൂജാരിക്ക് മർദ്ദനം. പാലക്കാട് വീഴുമല ക്ഷേത്ര പൂജാരി സുരേഷിനാണ് മർദ്ദനമേറ്റത്. ഇരട്ടക്കുളംകര കൃഷ്ണൻ 54, മക്കളായ രജനി 24, വിപിൻ 21, കൃഷ്ണന്റെ സഹോദരി ഭർത്താവ് പരമൻ 51 എന്നിവരാണ് സുരേഷിനെ മർദ്ദിച്ചത്. പ്രതികളുടെ ബന്ധുവായ പെൺകുട്ടിക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ബാധയാണെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പൂജ നടത്തി. ബാധ ഒഴിപ്പിക്കാമെന്നറിയിച്ച് പൂജയ്ക്ക് നേതൃത്വം നൽകിയത് സുരേഷായിരുന്നു. 2 മാസം മുൻപായിരുന്നു പൂജ. എന്നാൽ പൂജയ്ക്ക് ശേഷവും പെൺകുട്ടിയുടെ മാനസിക പ്രശ്നങ്ങൾ മാറിയില്ല. തുടർന്നാണ് ബന്ധുക്കളായ 3 പേർ ഇത് ചോദ്യം ചെയ്ത് സുരേഷിനെ സമീപിച്ചത്. തർക്കത്തിനിടയിലാണ് സുരേഷിനെ ഇവർ മർദ്ദിച്ചത്. പരിക്കേറ്റ സുരേഷിനെ ആലത്തൂർ ഇരട്ടക്കുളങ്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സുരേഷും ആശ്രമവാസികളും മർദ്ദിച്ചു എന്നാരോപിക്കുന്ന കൃഷ്ണനെയും മക്കളെയും പാലക്കാട് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിക്കോ പോലീസിനോ കോടതിക്കോ മുൻപാകെ പരാതി വന്നില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ സ്വീകരിച്ച ഈ കടുത്ത നടപടി കോൺഗ്രസിന് ഒട്ടും എളുപ്പമുള്ളതല്ലായിരുന്നു. എന്നാൽ പുറത്തുവന്ന സംഭാഷണങ്ങൾ രാഹുൽ നിഷേധിച്ചിട്ടില്ലെന്നത് നേതൃത്വം ഗൗരവത്തിലെടുത്തു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തൊട്ടുമുന്നിൽ നിൽക്കുമ്പോൾ പൊതുസമൂഹത്തിലും സ്ത്രീകൾക്കിടയിലും പാർട്ടിക്ക് പരുക്കേൽക്കാത്ത വിധം എടുക്കേണ്ട തീരുമാനം വൈകിപ്പിച്ചു കൊണ്ടുപോകാനും കഴിയുമായിരുന്നില്ല. രാഷ്ട്രീയ എതിരാളികൾ ഉണ്ടാക്കിയ സമ്മർദ്ദത്തെക്കാളും ശുദ്ധീകരണത്തിനായി കോൺഗ്രസിനുള്ളിൽ മുറവിളി ഉയർന്നതോടെയാണ് കോൺഗ്രസ് നേതൃത്വം നടപടികളിലേക്ക് കടന്നത്. രാജി തന്നെയാണ് ഒരു ഘട്ടം വരെ ഗൗരവമായി ആലോചിച്ചത്. രാജിവെച്ചാൽ പാലക്കാട്ടെ രാഷ്ട്രീയ സാധ്യത മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിലൂടെ BJP പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചേക്കുമെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. പാർട്ടിക്ക് മുൻപിൽ പോലും പരാതി ലഭിച്ചിട്ടില്ലെന്ന കാര്യവും കണക്കിലെടുക്കേണ്ടി വന്നു. അത് ചൂണ്ടിക്കാട്ടിയാണ് രാജിക്ക് തയ്യാറല്ലെന്നാണ് രാഹുലും നേതാക്കളെ അറിയിച്ചതും. തുടർന്നാണ് സസ്പെൻഡ് ചെയ്തു മാറ്റി നിർത്തുക എന്നതിലേക്ക് കൂട്ടായി കോൺഗ്രസ് എത്തുന്നത്. അതിവേഗമാണ് തീരുമാനമെടുത്തതെങ്കിലും അത് വിശാലമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ്. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളെയും MP-മാരെയും വിശ്വാസത്തിലെടുത്തു. മുൻ KPCC പ്രസിഡന്റുകൾ അടക്കമുള്ള പ്രധാന നേതാക്കളോടെല്ലാം ചർച്ച ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ചർച്ചകൾക്ക് യോജിച്ച നേതൃത്വം നൽകി. രാജിക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ പാർട്ടിക്കകത്ത് വീറോടെ വാദിച്ച സതീശനെ ഉപതെരഞ്ഞെടുപ്പ് സാധ്യതയാണ് പിന്തിരിപ്പിച്ചത്. പാലക്കാട്ട് തുടർച്ചയായി 2ാമത്തെ ഉപതെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് കാരണമായാൽ അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിൽ അതൊരു ചർച്ചയായി മാറുമെന്നതിനാൽ ഏതുവിധേനയും ഒഴിവാക്കണമെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ അഭിപ്രായം. അച്ചടക്ക നടപടി പ്രഖ്യാപിക്കുന്നതിന് മുൻപായി രാഹുലിനെയും അദ്ദേഹം അക്കാര്യം ധരിപ്പിച്ചു. യോജിച്ച തീരുമാനമാണ് എടുത്തതെന്ന് നേതാക്കൾ അവകാശപ്പെടുന്നെങ്കിലും ഈ പ്രശ്നം ഭിന്നതയുടെ കനലുകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുണ്ടായ ആവേശം പെട്ടെന്ന് ചോർന്ന സ്ഥിതിയായി. രാഹുൽ വഴി ബന്ധമുള്ള ചില നേതാക്കൾ ഇന്നലെ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല. വളരെ അടുപ്പം പുലർത്തുന്ന KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലിനെ കൂടി ബോധ്യപ്പെടുത്തിയാണ് ഈ തീരുമാനം കോൺഗ്രസ് എടുത്തത്. ഇരകൾ ആരും തന്നെ പരാതി നൽകിയിട്ടില്ലെന്ന രാഹുലിന്റെ നിലപാട് അടുപ്പമുള്ളവരോട് ഷാഫിയും പങ്കുവെക്കുന്നുണ്ട്. ഏരിയ കമ്മിറ്റി ഓഫീസുകളുടെ നിർമ്മാണ ഫണ്ട് ക്രമക്കേട് മറയ്ക്കാൻ ഇടുക്കി ജില്ലാ PCM നേതൃത്വം പാടുപെടുന്നു. തൊടുപുഴ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി ഓഫീസ് വിവാദത്തിന് ശേഷം ഉയർന്ന കരിമണ്ണൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് ക്രമക്കേടിൽ ആരോപണമുയർത്തിയ വണ്ണപ്പുറം ലോക്കൽ സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം നീക്കിയിരുന്നു. ഇതിലെ പ്രതിഷേധം തണുപ്പിക്കാൻ വണ്ണപ്പുറത്തെ ഇന്നലെ അടിയന്തര യോഗം വിളിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പങ്കെടുക്കുന്ന ഇടുക്കി CPM മേഖലാ യോഗങ്ങളിൽ വിമർശനം ഉയരാതിരിക്കാനാണ് അടിയന്തര യോഗം വിളിച്ചത്. ലോക്കൽ സെക്രട്ടറി ഷിജോ സെബാസ്റ്റ്യനെ മാറ്റിയതിൽ വണ്ണപ്പുറത്ത് ഒരു ഭാഗം രാജ്യഭീഷണി മുഴക്കി.
കഴിഞ്ഞ ലോക്കൽ സമ്മേളനത്തിൽ പ്രതിനിധികൾ തിരഞ്ഞെടുത്ത സെക്രട്ടറിയെ ജില്ലാ സെക്രട്ടറി CV വർഗീസ്, കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി PP സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഏകപക്ഷീയമായി നീക്കിയതിൽ പ്രതിഷേധിച്ച ലോക്കൽ കമ്മിറ്റി അംഗങ്ങളിൽ ഏതാനും പേർ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ഷിജോക്ക് പകരം അമ്പിളി രവികലയാണ് സെക്രട്ടറിയായി പ്രഖ്യാപിച്ചത്. വണ്ണപ്പുറത്ത് പ്രശ്നം രൂക്ഷമാകുമെന്ന സൂചനയെ തുടർന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ സാന്നിധ്യത്തിൽ ലോക്കൽ കമ്മിറ്റി വിളിച്ചുകൂട്ടാമെന്ന് പറഞ്ഞാണ് ഏരിയ സെക്രട്ടറി പ്രവർത്തകരെ അനുനയിപ്പിച്ചത്. 13 പേർ കമ്മിറ്റിയിൽ പങ്കെടുത്തു. പോലീസിനെതിരെ പാർട്ടി പത്രത്തിൽ വാർത്ത നൽകിയെന്ന കാരണം പറഞ്ഞാണ് ഷിജോയെ മാറ്റിയത്. എന്നാൽ കരിമണ്ണൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏരിയ സെക്രട്ടറിക്കെതിരെ ആക്ഷേപമുയർത്തിയതിന്റെ പേരിലാണ് മാറ്റിയതെന്ന് പ്രവർത്തകർ പറയുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഈ കെട്ടിടം നിർമ്മിച്ചതെന്നാണ് ആശങ്ക. പാകിസ്ഥാൻ ചാരസംഘടനയുടെ പിന്തുണയോടെയുള്ള ഭീകരാക്രമണ പദ്ധതി പഞ്ചാബ് പോലീസ് പൊളിച്ചു. ഒരാൾ അറസ്റ്റിലായി. 4 ഗ്രനേഡുകളും RDX സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു. രവീന്ദർ പാൽ സിംഗ് എന്നയാളാണ് അറസ്റ്റിലായത്. മറ്റൊരു പ്രതിക്കായി പോലീസ് തിരച്ചിൽ തുടങ്ങി. UK ആസ്ഥാനമായ ഖലിസ്ഥാൻ ഭീകര സംഘടന ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ BKI ഭീകരൻ നിഷാന്ത് സിംഗ് ആണ് മുഖ്യ സൂത്രധാരൻ എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇയാൾ പാക് ചാരസംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി തയ്യാറാക്കിയത്. അമൃത്സർ ഹൈവേയിൽ റോഡ് അരുകിലെ കുറ്റിക്കാട്ടിൽ ബാഗിത ഒളിപ്പിച്ച നിലയിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് ഉചിതമായ മറുപടി നൽകിയെന്നും പ്രതിരോധ രാജ്നാഥ് സിംഗ് പറഞ്ഞു. നമ്മുടെ സൈനികർ തീവ്രവാദികളെ കൊലപ്പെടുത്തിയത് അവരുടെ മതത്തിന്റെ പേരിലല്ല, മറിച്ച് അവരുടെ പ്രവൃത്തികളുടെ പേരിലാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് ശേഷം സൈനിക മേധാവികളെ വിളിച്ച് അവർ ഓപ്പറേഷന് തയ്യാറാണോ എന്ന് ചോദിച്ചതായും പ്രതിരോധ മന്ത്രി പറഞ്ഞു. 3 സായുധ സേനകളുടെയും മേധാവികൾ ഏകകണ്ഠമായി മറുപടി നൽകി. ഏത് ഓപ്പറേഷനും ഞങ്ങൾ തയ്യാറാണ് എന്നായിരുന്നു അവരുടെ ഉത്തരം. പ്രധാനമന്ത്രി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ഇത് ഇന്ത്യയാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മുടെ സേനയ്ക്ക് എല്ലാ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിച്ചു, രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ആളുകളെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായി കണക്കാക്കുകയും വസുധൈവ കുടുംബകം എന്ന സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിവേചനം കാണിക്കുന്നില്ല. തീവ്രവാദികൾ മതം തിരിച്ചറിഞ്ഞ ശേഷമാണ് ആളുകളെ കൊന്നത്. നമ്മുടെ സൈനികർ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് തീവ്രവാദികളുടെ പ്രവൃത്തികൾ മൂലമാണ് അവരെ കൊന്നത് എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. തെക്കൻ ഗാസയിലെ ആശുപത്രിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അതൃപ്തി അറിയിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ട്രംപ് മറുപടി നൽകി. എനിക്ക് അതിൽ സന്തോഷമില്ല, എനിക്കത് കാണാൻ താൽപ്പര്യമില്ല. അതേസമയം നമ്മൾ ആ പേടിസ്വപ്നം അവസാനിപ്പിക്കണം, ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തെക്കൻ ഗാസയിൽ ഖാൻ യൂനിസിലെ പ്രധാന ആശുപത്രിയായ അൽ നാസറിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകരടക്കം 20 പേരാണ് കൊല്ലപ്പെട്ടത്. ആശുപത്രിയുടെ 4ാം നിലയിലാണ് മിസൈൽ പതിച്ചത്. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും ആക്രമണമുണ്ടായി. അസോസിയേറ്റ് പ്രസിന്റെ റിപ്പോർട്ടർ മറിയം അബു ദഗ്ഗ, അൽ ജസീറയുടെ മുഹമ്മദ് സലാമ, റോയിറ്റേഴ്സിന്റെ ക്യാമറാമാൻ ഹുസാം അൽ മസ്രി, മുവാസ് അബു താഹ, അഹമ്മദ് അബു അസീസ് എന്നിവരാണ് കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകർ. റോയിറ്റേഴ്സ് ഫോട്ടോഗ്രാഫർ ഹത്താം ഖാലിദിന് പരിക്കേറ്റു. 22 മാസം പിന്നിട്ട യുദ്ധത്തിൽ പലവട്ടം ബോംബാക്രമണവും സൈനിക അതിക്രമവും നേരിട്ട ആശുപത്രിയാണിത്. റോയിറ്റേഴ്സിന്റെ ഹുസാം മസ്രി ലൈവ് റിപ്പോർട്ടിംഗ് നടത്തുന്നതിനിടെയാണ് ആദ്യ ആക്രമണം ഉണ്ടായത്. ഇവിടേക്ക് രക്ഷാപ്രവർത്തകരും മറ്റു മാധ്യമപ്രവർത്തകരും ഓടിയെത്തിയപ്പോൾ വീണ്ടും ആക്രമിച്ചു. 2 ആഴ്ച മുൻപ് അൽ ജസീറയുടെ അനസ് അൽ ഷെരീഫും മറ്റു 4 മാധ്യമപ്രവർത്തകരും ഇസ്രയേൽ ബോംബിംഗിൽ കൊല്ലപ്പെട്ടിരുന്നു. ഗാസയിലെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ 192 മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. US-ന്റെ അധിക തീരുവ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരാൻ 2 ദിവസം മാത്രം ശേഷിക്കെ കർഷകരുടെയും ചെറുകിട വ്യവസായികളുടെയും താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്മർദ്ദം വർദ്ധിക്കാമെന്നും രാജ്യമത് സഹിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ ചെറുകിട വ്യവസായികളുടെയും കർഷകരുടെയും കന്നുകാലി വാർത്തുന്നവരുടെയും താൽപര്യങ്ങളാണ് പരമപ്രധാനം. എത്ര സമ്മർദ്ദമുണ്ടായാലും അവർക്ക് ഒരു ദോഷവും വരാൻ സർക്കാർ അനുവദിക്കില്ല. അതിനെ നേരിടാൻ രാജ്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വദേശി ഉൽപ്പന്നങ്ങൾ വ്യാപകമായി ഉപയോഗിക്കാമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുക എന്ന മന്ത്രം എല്ലാവരും പിന്തുടരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ മാത്രമാണ് വിൽക്കുന്നതെന്ന് വ്യവസായികൾ അവരുടെ സ്ഥാപനങ്ങൾക്ക് പുറത്ത് വലിയ ബോർഡ് വയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓഗസ്റ്റ് 6-ന് 25-ന് പകരം തീരുവ ഇരട്ടിയാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുവ പ്രഹരം ഏൽപ്പിച്ചു. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിലായിരുന്നു മൊത്തം തീരുവ 50% ഇതോടെ US ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യമായി ബ്രസീലിനോടൊപ്പം ഇന്ത്യയും മാറി.
രണ്ടാമത് പ്രഖ്യാപിച്ച തീരുവ 27-ന് നിലവിൽ വരും. പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ 27-ന് ഇന്ത്യയുടെ മൊത്തം തീരുവ 50%ആകും. കയറ്റുമതി മേഖലയിൽ തിരിച്ചടിയുണ്ടായേക്കാം. വനത്തിൽ അതിക്രമിച്ചു കയറി പുള്ളിമാനിനെ വേട്ടയാടിയെന്ന കേസിൽ 2 പേരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. പാതിരി റിസർവ് വനത്തിനുള്ളിൽ പുള്ളിമാനിനെ കുരുക്കുവച്ച് പിടികൂടി ഇറച്ചിയാക്കിയ പാതിരി ഉന്നതിയിലെ സതീഷ് 48, രാജൻ 44 എന്നിവരെ പിടികൂടി. മാനിന്റെ ജഡാവശിഷ്ടങ്ങൾ, കുരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിച്ച കേബിൾ, ആയുധങ്ങൾ എന്നിവ പ്രതികളുടെ സഹായത്തോടെ അന്വേഷണ സംഘം പാതിരി റിസർവ് വനത്തിനകത്തെ പൊളന്ന ഭാഗത്തു നിന്നും കണ്ടെത്തി. പ്രതികൾ ഇരുവരും വിൽപ്പനയ്ക്കായി കാട്ടിറച്ചി സ്ഥിരമായി നൽകുന്ന പട്ടാണിക്കുപ്പ് ഭാഗത്തുള്ള ആളെ കൂടി കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വര വ്യാപനം തടയാൻ ഈ മാസം 30-നും 31-നും സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യണമെന്നും ജലസംഭരണ ടാങ്കുകൾ തേച്ചു കഴുകി വൃത്തിയാക്കണമെന്നും സർക്കാർ നിർദ്ദേശം. വീടുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി എല്ലായിടത്തെയും ജലടാങ്കുകൾ വൃത്തിയാക്കണം. രോഗബാധ പല ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹരിത കേരളം മിഷൻ, ജലവിഭവ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ ആരോഗ്യവകുപ്പ് നടത്തുന്ന ജനകീയ ക്യാമ്പയിനിൽ എല്ലാ ആരോഗ്യ പ്രവർത്തകരും സ്ഥാപനങ്ങളും പങ്കെടുക്കും. ആരോഗ്യവകുപ്പ് ഉന്നതതല യോഗം ചേർന്ന നിലവിലെ സ്ഥിതി വിലയിരുത്തി. ഈ വർഷം 41 അമീബിക് മസ്തിഷ്ക ജ്വര കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലായി 18 ആക്റ്റീവ് കേസുകളാണുള്ളത്. റിസോർട്ടുകൾ, ഹോട്ടലുകൾ, വാട്ടർ തീം പാർക്കുകൾ, നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവയിലെ ജലം ക്ലോറിനേറ്റ് ചെയ്യണമെന്നും ക്ലോറിൻ അളവ് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. ഇത് പാലിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കും. കുടിവെള്ള സ്രോതസ്സുകൾ ആരോഗ്യ പ്രവർത്തകർ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന കുളങ്ങളും ജലാശയങ്ങളും വൃത്തിയാക്കലും അവയിലേക്ക് എത്തുന്ന മാലിന്യ വഴികൾ അടയ്ക്കലും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും നടത്തണം. കുളങ്ങളിലും തടാകങ്ങളിലും അടിഞ്ഞ പായലും മാലിന്യവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്യണം. വെള്ളത്തിലിറങ്ങുന്നവർ എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണം. ഓണം അവധിക്ക് ശേഷം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകുമെന്നും അമീബിക് മസ്തിഷ്ക ജ്വര വ്യാപനം തടയാൻ അടുത്ത മാസം 30-നും 31-നും രാജ്യത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യണമെന്നും ജലസംഭരണ ടാങ്കുകൾ തേച്ചു കഴുകി വൃത്തിയാക്കണമെന്നും സർക്കാർ നിർദ്ദേശം. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് 500 രൂപ വർദ്ധിപ്പിച്ചു. ഇത്തവണ 4500 രൂപ ബോണസ് ലഭിക്കും. ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവ ഭത്ത 2750 രൂപയിൽ നിന്നും 3000 രൂപയായി ഉയർത്തി നൽകുമെന്നും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ഭത്ത 250 രൂപ വർദ്ധിപ്പിച്ച് 1250 രൂപയാക്കി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ഭത്ത ലഭിക്കും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 20,000 രൂപ അനുവദിക്കും. പാർട്ട് ടൈം, കണ്ടിൻജന്റ് ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർക്ക് അഡ്വാൻസ് 6000 രൂപയാണ്. കഴിഞ്ഞ വർഷം ഉത്സവബദ്ധ ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും 250 രൂപ വീതം വർദ്ധിപ്പിച്ചു. 13 ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചുള്ള പ്രത്യേക സഹായം എത്തുക. കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഓണം ആനുകൂല്യങ്ങളിൽ വർധനവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ആനുകൂല്യം ലഭിച്ച എല്ലാ വിഭാഗങ്ങൾക്കും ഇത്തവണ വർദ്ധിപ്പിച്ച ആനുകൂല്യം ഉറപ്പാക്കുമെന്ന് ധനകാര്യമന്ത്രി വ്യക്തമാക്കി. 5 ദിവസം നീണ്ട മാരത്തോൺ അന്വേഷണം. 4 ദിവസം പ്രതിക്ക് പിന്നാലെ 5-ാം ദിവസം പ്രതിക്ക് മുൻപിൽ ഒറ്റത്തവണ പോലും ഫോൺ ഉപയോഗിക്കാതെ മുങ്ങിയ പ്രതിയെ മൊബൈൽ ടവർ ലൊക്കേഷന്റെയോ ഫോൺ വിളി രേഖകളുടെയോ സഹായമില്ലാതെ കുടുക്കി കേരള പോലീസ്. രാമനാട്ടുകരയിൽ ഇതര സംസ്ഥാനക്കാരിയായ കുട്ടിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി മദ്യം നൽകി ലൈംഗിക പീഡനം നടത്തിയ കേസിലെ പ്രതി മലപ്പുറം കോട്ടയ്ക്കൽ പൂക്കിപ്പറമ്പ് വള്ളിക്കാട്ട് റിയാസിനെയാണ് ചെന്നൈയിൽ നിന്നും കേരള പോലീസ് പിടികൂടിയത്. കുട്ടിയെ ശാരീരിക ഉപദ്രവം നടത്തി ഇറക്കിവിട്ട ശേഷം റിയാസ് മടങ്ങിയെങ്കിലും കുട്ടിയെ കാണാനില്ലെന്ന് രക്ഷിതാക്കൾ പരാതിപ്പെട്ടതിന് പിന്നാലെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ച പ്രതി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കടന്നുകളയുകയായിരുന്നു. ഈ മാസം 20-ന് രാത്രി മലപ്പുറം, കൽപ്പകഞ്ചേരി, കോട്ടയ്ക്കൽ, തിരൂരങ്ങാടി, മഞ്ചേരി ഭാഗങ്ങളിൽ കറങ്ങിയ ശേഷം പ്രതി 21-ന് കാലത്ത് വളാഞ്ചേരിയിൽ നിന്നും പാലക്കാട്ടേക്കുള്ള ബസ്സിൽ കയറിയതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർന്ന് ഫറോക്ക് ACP AM സിദ്ദിഖിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡും ഫറോക്ക് SHO ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും ഉടനെ തന്നെ പാലക്കാട്ടേക്ക് തിരിച്ചു. പാലക്കാട് നഗരത്തിൽ പ്രതി തങ്ങിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘത്തിന് അതേസമയം തന്നെ പാലക്കാട് നിന്നും പുറപ്പെട്ട സേലം ബസ്സിൽ
ഇതേ രൂപസാദൃശ്യമുള്ള ആൾ കയറിയെന്ന വിവരം ബസ് സ്റ്റാൻഡിൽ നിന്നും ലഭിച്ചു. എന്നാൽ അപ്പോഴേക്കും ബസ് സേലത്തെത്തിയിരുന്നു. സേലത്ത് വണ്ടി ഇറങ്ങിയ പ്രതി അവിടെ നിന്നും മൈസൂരിലേക്കുള്ള ബസ് കയറുന്ന നിർണായകമായ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതാണ് പിന്നീട് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ഇതോടെ പോലീസ് മൈസൂരിലേക്ക് കുതിച്ചു. എന്നാൽ മൈസൂരിൽ നിന്നും പ്രതി എങ്ങോട്ട് പോയെന്ന് യാതൊരു അറിവും ലഭിച്ചില്ല. തുടർന്ന് മൈസൂരിൽ നിന്നും ആ സമയത്ത് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട 4 ബസ്സുകളിലെ കണ്ടക്ടർമാർക്ക് പ്രതിയുടെ ഫോട്ടോ അയച്ചുകൊടുത്തു. ഇതിൽ ഒരു ബസ്സിൽ പ്രതി ഉണ്ടായിരുന്നുവെന്ന സംശയം ഒരു കണ്ടക്ടർ അറിയിച്ചു. ആ വിവരം കിട്ടിയപ്പോഴേക്കും ബസ് ബംഗളൂരുവിലെത്തി അരമണിക്കൂർ കഴിഞ്ഞിരുന്നു. പോലീസ് സംഘം ബംഗളൂരുവിലെത്തിയെങ്കിലും പ്രതിയെക്കുറിച്ച് പിന്നീടുള്ള അറിവൊന്നും ലഭിച്ചില്ല. 22-ന് പ്രതി ബംഗളൂരുവിലുള്ള തന്റെ പഴയ സുഹൃത്തുക്കളെ കണ്ടുവെന്ന വിവരം ലഭിച്ചു. അവിടെ ചുറ്റിക്കറങ്ങിയ പ്രതി 1-2 മണിക്കൂറിൽ കൂടുതൽ ഒരു സ്ഥലത്തും ചിലവഴിച്ചില്ല. 23-ന് ബംഗളൂരു നഗരത്തിന് പുറത്ത് ഓട്ടോയിലും ടാക്സിയിലും കറങ്ങിയ പ്രതി 24-ന് രാത്രിയോടെ ചെന്നൈയിലേക്ക് ട്രെയിൻ കയറുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അതുവരെ പോലീസ് പ്രതിക്ക് പിന്നാലെയാണ് ഓടിയതെങ്കിൽ ഇത്തവണ ട്രെയിനിനെ മറികടന്ന് ഓടിയത് പ്രതിക്ക് മുന്നിലാണ്. ചെന്നൈയിലെത്തിയ ഒഡീഷയിലേക്കുള്ള ട്രെയിനിൽ കയറാൻ പ്ലാൻ ചെയ്ത് പ്രതിയെ വരവേറ്റത് മഫ്തി വേഷത്തിലെത്തിയ ഫറോക്ക് ACPയുടെ ക്രൈം സ്ക്വാഡായിരുന്നു. 20-ന് കാലത്ത് 6 മണി മുതൽ കേരള പോലീസ് നടത്തിയ മാരത്തോൺ ഓട്ടത്തിനാണ് ഇതോടെ ശുഭപര്യവസാനമായത്. രാത്രിയിൽ പൊതുജനമധ്യത്തിൽ വരാതെ കടത്തിണ്ണയിലോ ഷെഡിലോ പ്രതിവിശ്രമിച്ചിരുന്നുവെങ്കിലും പോലീസ് നടത്തിയ തീവ്ര പരിശ്രമത്തിന്റെ അന്തിമ വിജയമാണ് ചെന്നൈയിലുണ്ടായത്. കോഴിക്കോട് കമ്മീഷണർ T. നാരായണന്റെയും DCP അരുൺ പവിത്രന്റെയും കൃത്യമായ മാർഗനിർദ്ദേശത്തിൽ നടത്തിയ ചിട്ടയായ അന്വേഷണമാണ് മൊബൈൽ ഫോൺ വിളികളുടെയോ മൊബൈൽ ടവറിന്റെയോ സഹായമില്ലാതെ പ്രതിയിലേക്കെത്താൻ അന്വേഷണ സംഘത്തിന് സഹായകമായത്. സബ് ഇൻസ്പെക്ടർ PC സുജിത്ത്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അരുൺകുമാർ മാർത്തറ, സീനിയർ CPOമാരായ IT വിനോദ്, അനുജ് വളയനാട്, CPOമാരായ സനീഷ് പന്തിരാങ്കാവ്, സുബീഷ് വേങ്ങരി, അഖിൽ ബാബു എന്നിവരാണ് 5 ദിവസം വിശ്രമമില്ലാതെ മാരത്തോൺ അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്. സൈബർ സെല്ലിലെ CPOമാരായ സുജിത്തും ഷെഫിനും സേവനമാണ് അന്വേഷണത്തിൽ ലഭിച്ചത്. ഈ വർഷത്തെ മൈസൂരു ദസറ എഴുത്തുകാരിയും ബുക്കർ പുരസ്കാര ജേതാവുമായ ബാനു മുസ്താഖ് ഉദ്ഘാടനം ചെയ്യുമെന്ന കർണാടക സർക്കാരിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ വിവാദം. ഹിന്ദു ഉത്സവമായ ദസറ ഒരു മുസ്ലിം വനിത ഉദ്ഘാടനം ചെയ്യുന്നത് ശരിയല്ല എന്ന BJP മുൻ MP പ്രതാപ് സിംഹയുടെ പ്രസ്താവനയാണ് വിവാദമായത്. അതേസമയം സർക്കാർ നിലപാടിൽ മാറ്റമില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാനു മുസ്താഖും പറഞ്ഞു. പ്രശസ്തമായ മൈസൂരു ദസറ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ലോകമെമ്പാടും നിന്ന് ആളുകൾ എത്താറുണ്ട്. ഇത്തവണ ദസറ ഉദ്ഘാടകയായി ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത കർണാടക സർക്കാരിന്റെ തീരുമാനത്തിന് വലിയ പ്രശംസ ലഭിച്ചിരുന്നു. എന്നാൽ ദസറ മതേതര ഉത്സവമല്ലെന്നും അതിനാൽ തന്നെ മുസ്ലിം മതവിശ്വാസിയായ ബാനു മുസ്താഖിനെ പങ്കെടുപ്പിക്കരുതെന്നുമാണ് പ്രതാപ് സിംഹയുടെ വാദം. ബാനു മുസ്താഖ് ഒരു മുസ്ലിം ആയതുകൊണ്ടല്ല ഞങ്ങൾക്ക് എതിർപ്പ്. സാഹിത്യരംഗത്ത് അവർ കൈവരിച്ച നേട്ടങ്ങളിൽ ഞങ്ങൾ എല്ലാവരും സന്തോഷിക്കുന്നു. ആ ബഹുമാനം അവരോടുണ്ട്. പക്ഷേ ദസറ ഹിന്ദു മത ആഘോഷമാണ്. അതിനാൽ തന്നെ ഒരു മുസ്ലിം മതവിശ്വാസി അത് ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ദസറ മതേതര ഉത്സവമല്ല, ഞങ്ങളുടെ മാത്രം ഉത്സവമാണ് എന്നും സിംഹ പറഞ്ഞു. എന്നാൽ സർക്കാരിന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി. ബാനു മുസ്താഖിനോട് സംസാരിച്ചുവെന്നും അവരെ ഔദ്യോഗികമായി ക്ഷണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ടോട്ടൽ ഫോർ യു സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയായ ശബരിനാഥിന്റെ കുരുക്കിൽപ്പെട്ട അഭിഭാഷകന് നഷ്ടപ്പെട്ടത് 70 ലക്ഷം രൂപയെന്ന് പോലീസ്. ബാങ്ക് വഴി 34 ലക്ഷം രൂപ കൊടുത്തതിനു പുറമെ പണമായി 36 ലക്ഷം രൂപ കൂടി ശബരിനാഥിന് നൽകിയിരുന്നു. സഞ്ജയ് എന്ന അഭിഭാഷകന്റെ പരാതിയിൽ കേസെടുത്ത വഞ്ചിയൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശബരിനാഥ് ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. ടോട്ടൽ ഫോർ യു കേസിൽ ജാമ്യത്തിലുള്ള ശബരിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. ഓൺലൈൻ ട്രേഡിംഗ് സ്ഥാപനം നടത്തി ലാഭമുണ്ടാക്കി നൽകാമെന്ന് പറഞ്ഞാണ് ശബരിനാഥ് പുതിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അഭിഭാഷകനുമായി കോടതിയിൽ വെച്ചുള്ള പരിചയമാണ് സാമ്പത്തിക ഇടപാടിലേക്ക് എത്തിച്ചത്. കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് 2008-ൽ അറസ്റ്റിലായ ശബരിനാഥ് ഒട്ടേറെ കേസുകളിൽ വിചാരണ നേരിടുകയാണ്. 18 വയസ്സുള്ളപ്പോഴാണ് ശബരിനാഥൻ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ്, ചാലക്കുഴി സ്റ്റാച്യു ക്യാപിറ്റോൾ, ടവേഴ്സ്, പുന്നപുരം എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഐനെസ്റ്റ്, SJR, ടോട്ടൽ സൊല്യൂഷൻസ് എന്നീ സ്ഥാപനങ്ങൾ ആരംഭിച്ച് തട്ടിപ്പിന് തുടക്കം കുറിച്ചത്. നിക്ഷേപകർക്ക് 100% വളർച്ചാ നിരക്കും 20% ഏജന്റ് കമ്മീഷനും വാഗ്ദാനം ചെയ്തു. സ്ഥാപനങ്ങളുടെ ആഘോഷ പരിപാടികൾ ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് നടത്തിയത്. സിനിമാ നിർമ്മാണവുമൊക്കെയായി ആഡംബര ജീവിതം നയിക്കുമ്പോഴാണ് ബിസിനസ് തകർന്ന് 19-ാം വയസ്സിൽ ശബരി അറസ്റ്റിലായത്. കോടികളുടെ ഭൂമി, പാതിവഴിയിലെത്തിയ റിസോർട്ട്, 10 പവന്റെ വജ്ര സ്വർണ്ണാഭരണങ്ങൾ, 22 ആഡംബര കാറുകൾ എന്നിവ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ പേരിലുണ്ടായിരുന്നു. 33 കേസുകളിലാണ് പോലീസ് അന്ന് പ്രതി ചേർത്തത്. ഏജന്റുമാർ മുഖേന പൊതുജനങ്ങളിൽ നിന്നും കൈക്കൂലി വാങ്ങിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുമായി വിജിലൻസ്.
ഓപ്പറേഷൻ ഓൺ വീൽസ് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ നേരിട്ടും ഗൂഗിൾ പേ വഴിയും ഉദ്യോഗസ്ഥർ പണം വാങ്ങിയെന്ന് കണ്ടെത്തി. 112 ഉദ്യോഗസ്ഥർക്കെതിരെ തുടർ നടപടി സ്വീകരിക്കാൻ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ശുപാർശ നൽകി. 72 ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്കും 40 ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസെടുക്കാനുമാണ് ശുപാർശ. എറണാകുളം ജില്ലയിലെ ഒരു RTO ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഓഫീസിലെ വിരമിക്കൽ ചടങ്ങിൽ നൽകുന്നതിനായി 4 സ്വർണ്ണമോതിരം വാങ്ങി നൽകാൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളോട് ആവശ്യപ്പെട്ടതായി കണ്ടെത്തി. റോഡ് സുരക്ഷാ വാരാചരണത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾക്കായി പോസ്റ്റർ അച്ചടിക്കാനും ആവശ്യപ്പെട്ടു. വാട്സാപ്പിലൂടെയാണ് സന്ദേശങ്ങൾ അയച്ചതെന്നും കണ്ടെത്തി. അപേക്ഷകരുടെയും ടെസ്റ്റ് പാസ്സാകേണ്ടവരുടെയും വിവരങ്ങൾ ഏജന്റുമാർ വാട്സാപ്പ്, ടെലഗ്രാം എന്നിവ വഴി കൈമാറിയതായും കണ്ടെത്തി. 7 റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും 64 സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും നടത്തിയ മിന്നൽ പരിശോധനയിൽ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകുന്നതിനായി എത്തിയ 11 ഏജന്റുമാരിൽ നിന്ന് 1,40,760 രൂപ പിടിച്ചെടുത്തു. വിജിലൻസ് ഉദ്യോഗസ്ഥർ എത്തിയതറിഞ്ഞ് വലിച്ചെറിഞ്ഞ നിലയിൽ 49,300 രൂപ നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് പരിസരത്തുനിന്ന് കണ്ടെത്തി. വൈക്കം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ജനലിൽ പണം ഒളിപ്പിച്ചുവെച്ച നിലയിലാണ് കണ്ടത്. വിവിധ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരുടെ UPI ഇടപാട് പ്രാഥമികമായി പരിശോധിച്ചതിൽ 21 ഉദ്യോഗസ്ഥർ വിവിധ ഏജന്റുമാരിൽ നിന്നും 7,84,598 രൂപ നിയമവിരുദ്ധമായി കൈപ്പറ്റിയിരുന്നെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഉൾപ്പെടെ ശേഖരിച്ച് വിശദ പരിശോധന നടത്തിയതിൽ ഉദ്യോഗസ്ഥർ ഏജന്റുമാരിൽ നിന്ന് നേരിട്ടും ബന്ധുക്കളുടെ അക്കൗണ്ട് വഴിയും UPI മുഖേന വ്യാപകമായി കൈക്കൂലി പണം സ്വീകരിച്ചിരുന്നു എന്നാണ് വിജിലൻസ് പറയുന്നത്. ഉദ്യോഗസ്ഥർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കും ഏജന്റുമാർക്കും അനധികൃതമായി സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിരുന്നുവെന്നു കണ്ടെത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ അപേക്ഷകരുടെ വിവരങ്ങൾ ഏജന്റുമാർക്കും ഏജന്റുമാർ തങ്ങളിലൂടെ അപേക്ഷ സമർപ്പിച്ചവരുടെയും ഡ്രൈവിംഗ് സ്കൂളുകളിലൂടെ ടെസ്റ്റിനെത്തിയവരുടെയും വിവരങ്ങൾ ഉദ്യോഗസ്ഥർക്കും സ്ഥിരമായി വാട്സാപ്പ്, ടെലഗ്രാം എന്നിവ വഴി കൈമാറിയിരുന്നുവെന്നും കണ്ടെത്തി. ഏജന്റുമാർ വാട്സാപ്പിലൂടെ അയച്ചു നൽകുന്ന അപേക്ഷകരുടെ അപേക്ഷകളിൽ ഉദ്യോഗസ്ഥർ അനുകൂലമായി നടപടി സ്വീകരിച്ച ശേഷം ഇതിന്റെ വിവരങ്ങൾ തിരികെ വാട്സാപ്പിലൂടെ അയച്ചു നൽകുന്നതും കണ്ടെത്തി. ഉദ്യോഗസ്ഥരുടെയും അവരുടെ ബന്ധുക്കളുടെയും അക്കൗണ്ടിലേക്ക് ഏജന്റുമാർ UPI മുഖേന കൈക്കൂലി പണം അയച്ചു നൽകുകയും ഇടപാടിന്റെ സ്ക്രീൻഷോട്ടുകൾ വാട്സാപ്പ് വഴി കൈമാറുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പണം കൈമാറുന്നതിനായി ചില സ്ഥാപനങ്ങളുടെ വരെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചതിന്റെ തെളിവുകളും വിജിലൻസിന് ലഭിച്ചു. ഭൂരിഭാഗം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഡ്രൈവിംഗ് സ്കൂളുകളിൽ കൃത്യമായ പരിശോധനകൾ നടത്തി ക്രമക്കേടുകളിൽ നടപടി സ്വീകരിക്കാറില്ല എന്നും മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ ലൈസൻസ് ഇല്ലാതെ വരെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തി. പല ജില്ലകളിലും ഡ്രൈവിംഗ് പരിശീലനത്തിനും ടെസ്റ്റിനുമായി ഉപയോഗിക്കുന്ന പല വാഹനങ്ങൾക്കും ഫിറ്റ്നസ്, ഇൻഷുറൻസ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയില്ല. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളിൽ നിന്ന് കൈക്കൂലി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർ ഈ വാഹനങ്ങൾ പരിശോധന നടത്തി നിയമ നടപടി സ്വീകരിക്കാറില്ല. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണമെന്ന നിർദ്ദേശം ഒട്ടുമിക്ക ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലങ്ങളിലും ചെയ്യാറില്ല. ക്യാമറകൾ പ്രവർത്തനക്ഷമമായാണ് കണ്ടത്. ക്യാമറകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് വിജിലൻസ് ശുപാർശ നൽകും. അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വിജിലൻസിന്റെ ടോൾ ഫ്രീ നമ്പറായ 1064 എന്ന നമ്പറിലോ 8592-900 എന്ന നമ്പറിലോ വാട്സപ്പ് നമ്പറായ 9447789100 എന്ന നമ്പറിലോ അറിയിക്കണം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് രാശലഹരി എത്തിച്ചുവന്ന കേന്ദ്രം കണ്ടെത്തി കേരള പോലീസ്. ഡൽഹി, ഹരിയാന പോലീസിന്റെ സഹകരണത്തിൽ കോഴിക്കോട് ടൗൺ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ രാശലഹരി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ കണ്ടെത്തിയത്. സംഭവത്തിൽ 3 ആഫ്രിക്കൻ സ്വദേശികൾ പിടിയിലായി. രാജ്യാന്തര ലഹരി മരുന്ന് റാക്കറ്റിലെ 7 വിദേശികളടക്കം 8 പേരാണ് പിടിയിലായത്. രാശലഹരി കേസുകളിൽ അറസ്റ്റുകൾ ഉണ്ടാകാറുണ്ടെങ്കിലും വൻതോതിൽ രാശലഹരി ഉൽപ്പാദിപ്പിക്കുന്ന കിച്ചണുകൾ കണ്ടെത്തുന്നത് ഇതാദ്യമാണ്. ഈ വർഷം ഫെബ്രുവരി 16 ടൗൺ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം പുതുക്കോട്ട് സ്വദേശി പേങ്ങാട്ട് കണ്ണനാരിപ്പറമ്പ് വീട്ടിൽ സിറാജിനെ ടൗൺ പോലീസ് സ്റ്റേഷൻ SI മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ടൗൺ പോലീസും ഡാൻസഫും ചേർന്ന് 778 ഗ്രാം MDMA-യുമായി പിടികൂടി. ഈ കേസിൽ നടത്തിയ തുടരന്വേഷണത്തിൽ പ്രതി ഡൽഹിയിൽ നിന്നും ട്രെയിൻ മാർഗമാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നതെന്ന് കണ്ടെത്തി. പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടും മൊബൈലും പരിശോധിച്ചപ്പോൾ ലഹരി മരുന്ന് വാങ്ങിയത് നൈജീരിയൻ സ്വദേശിയിൽ നിന്നാണെന്ന് മനസ്സിലായി. പ്രതിയുടെ അക്കൗണ്ടിൽ നിന്നും മറ്റു 2 നൈജീരിയൻ സ്വദേശികളുടെ അക്കൗണ്ടിലേക്കും പണം കൈമാറിയെന്നും ഈ പണം ഹരിയാന, ഡൽഹി എന്നീ സ്ഥലങ്ങളിൽ വെച്ചാണ് പിൻവലിച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടാണിതെന്നും മനസ്സിലാക്കിയ പോലീസ് അക്കൗണ്ട് ഉടമകളായ നൈജീരിയൻ പൗരന്മാരായ ഡേവിഡ് ഉഗോചുഗു ജോൺ, ഹെൻറി ഒനിച്ചുഗു, ഒക്കോലി റൊമാനസ് എന്നിവർ ഇതിലെ കണ്ണികളാണെന്ന് കണ്ടെത്തി. ഇവരുടെ ലൊക്കേഷൻ ഹരിയാനയിലെ ഗുരുഗ്രാം എന്ന സ്ഥലത്താണെന്ന് വ്യക്തമായതോടെ ടൗൺ പോലീസ് ഇക്കാര്യം ഹരിയാന പോലീസിനെ അറിയിച്ചു. കോഴിക്കോട് നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹരിയാന പോലീസ് നൈജീരിയൻകാർ താമസിക്കുന്ന ഗുരുഗ്രാമിലെത്തി സ്ഥലം റെയ്ഡ് ചെയ്തു. റെയ്ഡിൽ സിന്തറ്റിക് ലഹരി മരുന്നുകൾ അനധികൃതമായി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന 6 നൈജീരിയൻ സ്വദേശികളും 1 നേപ്പാൾ സ്വദേശിയും 1 മിസോറാം സ്വദേശിനിയും ഉൾപ്പെടെ 8 പേരെ അറസ്റ്റ് ചെയ്തു. ഇവർ താമസിക്കുന്ന സ്ഥലത്തു നിന്നും 1.60 കിലോ സൾഫർ, 904 ഗ്രാം കൊക്കെയിൻ, 2.34 കിലോ അസംസ്കൃത കൊക്കെയിൻ, 7500 രൂപ, 42 മൊബൈൽ ഫോണുകൾ, 3 ഇലക്ട്രോണിക് തുലാസുകൾ, പാക്കിംഗ് സാമഗ്രികൾ എന്നിവയും പിടിച്ചെടുത്തു.
തുടർന്ന് പ്രതികളെ ഹരിയാന പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ നിന്നും പിടിച്ചെടുത്ത ലഹരിമരുന്നിന് വിപ്പയിൽ 1 കോടിയിലേറെ വിലയുണ്ട്. വിദേശികളായ പ്രതികളിൽ ഒക്കോലി റൊമാനസ് എന്ന നൈജീരിയക്കാരനൊഴികെ ബാക്കിയുള്ള വിദേശികൾക്ക് സാധുവായ ടൂറിസ്റ്റ് വിസയോ റെസിഡൻഷ്യൽ വിസയോ ഇന്ത്യയിൽ തങ്ങുന്നതിനുള്ള മറ്റു രേഖകളൊന്നുമില്ലായിരുന്നു. പ്രതികൾ ഡാർക്ക് വെബ് ഉപയോഗിച്ചാണ് പ്രധാനമായും ലഹരിമരുന്ന് കച്ചവടം നടത്തി വന്നിരുന്നത്. പിടിയിലായവരിൽ ചില പ്രതികൾക്ക് ഇതിനു മുൻപ് ഡൽഹി, ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ലഹരിമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ നിലവിലുണ്ട്. ഹരിയാന ഗുരുഗ്രാമിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് രാസലഹരി എത്തിക്കുന്ന കിച്ചണുകൾ പോലീസ് കണ്ടെത്തിയത്. നൈജീരിയയിലെ തൊഴിലില്ലായ്മയും അഴിമതിയും കാരണമാണ് ലഹരിമരുന്ന് ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടു വന്നതെന്നാണ് നൈജീരിയൻ സ്വദേശികൾ നൽകിയ മൊഴി. കോഴിക്കോട് എത്തിച്ച പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജിതേഷിന്റെ നേതൃത്വത്തിൽ ടൗൺ പോലീസ് 2 സംഘങ്ങളായാണ് കേസിൽ അന്വേഷണം നടത്തിയത്. ഒരു സംഘം ഡൽഹിയിലും ഹരിയാനയിലുമായിരുന്നു അന്വേഷിച്ചത്. മറ്റൊരു സംഘം ഹിമാചൽ പ്രദേശിലും അന്വേഷിച്ചു. സബ് ഇൻസ്പെക്ടർമാരായ സജി ഷിനോബ്, മുഹമ്മദ് സബീർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദീപു, രാകേഷ്, രഘുരാജ്, സുഗേഷ്, വിപിൻ, രഞ്ജിത്ത് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. നിർണായകമായത് സിറാജിന്റെ അക്കൗണ്ട് ഇടപാടുകൾ. 778 ഗ്രാം MDMAയുമായി പിടിയിലായ സിറാജിന്റെ ബാങ്ക് ഇടപാടുകളാണ് അന്വേഷണത്തിൽ നിർണായകം. സാധാരണഗതിയിൽ ലഹരിമരുന്ന് കടത്തുന്നവർ അത് ഉപയോഗിക്കാറുണ്ടെങ്കിലും ആശീലമില്ലാത്ത സിറാജ് മുൻപും MDMA കടത്തുകേസിൽ പിടിയിലായിരുന്നു. ഹിമാചൽ പ്രദേശിലെ ജയിലിൽ 10 മാസം തടവ് ശിക്ഷയ്ക്ക് ശേഷം പുറത്തിറങ്ങിയിട്ടും ലഹരികടത്ത് തുടരുകയായിരുന്നു. നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ കോഴിക്കോട് ഇറങ്ങുന്ന സിറാജിന്റെ പക്കൽ ലഹരിമരുന്നുണ്ടാകാമെന്ന രഹസ്യ വിവരമാണ് ഇയാളെ പിടികൂടാൻ അന്ന് സഹായകമായത്. ഡൽഹിയിൽ നിന്നും ഗോവ വരെ വിമാനത്തിലെത്തി അവിടെ നിന്ന് ട്രെയിൻ മാർഗമാണ് സിറാജ് കോഴിക്കോട് എത്തിയത്. ഡൽഹിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരുന്ന ട്രെയിനിന്റെ AC കോച്ചിലെ ശുചീഗൃഹത്തിൽ MDMA ഒളിപ്പിച്ചു വെച്ച ശേഷം ട്രെയിൻ ഗോവയിലെത്തും മുൻപ് വിമാനത്തിൽ അവിടെ എത്തി അതേ ട്രെയിനിൽ യാത്ര ചെയ്ത് കോഴിക്കോട് എത്തുമ്പോൾ ശുചീഗൃഹത്തിൽ നിന്നും MDMA എടുത്ത് ട്രെയിനിൽ നിന്നിറങ്ങുന്ന രീതിയാണ് ഇയാൾ അവലംബിച്ചു വന്നിരുന്നത്.